നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 980th day. Today 24th sloka of Prathama Skandam 12th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 980ാം ദിവസം. പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 24ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 24ാമത്തെ ശ്ലോകം. സർവസദ്ഗുണമാഹാത്മ്യ യേശ കൃഷ്ണമനുവ്രത രന്തിദേവ ഇവോധാരോ യയാദീരിവ ധാർമ്മിക. ഓം തത്സത്. സർവസദ്ഗുണമാഹാത്മ്യ യേശ കൃഷ്ണമനുവ്രത രന്തിദേവ ഇവോധാരോ യയാദീരിവ ധാർമ്മിക. ഓം തത്സത്. പദം പിരിക്കേണ്ടത് സർവസൽഗുണമാഹാത്മ്യ യേശ കൃഷ്ണം അനുവ്രത. യേശ കൃഷ്ണ അനുവ്രത രന്തിദേവ ഇവ ഉദാരോ ഇവ ഉദാര യയാദി ഇവ ധാർമ്മിക. അതായത് യേശ ഇവൻ സർവസൽഗുണ മാഹാത്മ്യ സകല സൽഗുണങ്ങൾ കൊണ്ടുള്ള മാഹാത്മ്യത്തിൽ കൃഷ്ണം അനുവ്രത കൃഷ്ണനെ അനുസരിക്കും. രന്തിദേവ രന്തിദേവൻ എന്ന പോലെ ഇവൻ ഔദാര്യമുള്ളവനും യയാദിയെപ്പോലെ ഇവൻ ധാർമ്മികനുമായിരിക്കും. ധർമ്മം തെറ്റാതെ നടക്കുന്നതിൽ യയാദിയെപ്പോലെയും ആയിരിക്കും. ഇവരൊക്കെ നവമസ്കന്ധത്തിലൊക്കെ വരുന്ന മഹാത്മാക്കളാണ് രന്തിദേവനും യയാദിയുമൊക്കെ. രന്തിദേവൻ്റെ ഔദാര്യം ദാനം ചെയ്യുന്നതിലുള്ള രന്തിദേവൻ്റെ മാഹാത്മ്യം നവമസ്കന്ധത്തിൽ പറയുന്നുണ്ട്. അഷ്ടമമോ നവമോ ഓർമ്മയില്ല. അത്രയ്ക്കും ധർമ്മം ഉദാരതയുള്ളവരാണ് രന്തിദേവൻ. അപ്രകാരം ഉദാരത ഇദ്ദേഹത്തിനും ഉണ്ടായിരിക്കും. തനിക്ക് ലഭിച്ച ഭക്ഷണം വരുന്നവർക്കൊക്കെ കൊടുത്ത് തനിക്ക് ഒട്ടും ഭക്ഷിക്കാനില്ലാതെ വിശന്ന് കിടക്കുന്ന രന്തിദേവൻ്റെ കഥ. അത്രയ്ക്കും ദാനം ചെയ്യുന്നതിൽ, തനിക്കൊന്നും വയ്ക്കാതെ മറ്റുള്ളവർക്കെല്ലാം ദാനം ചെയ്യുന്നതിൽ തൽപരനായിരിക്കും എന്നാണ് ഈ ഉദാഹരണം കൊണ്ട് പറയുന്നത്. അപ്രകാരം തന്നെ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരേ ഒരാളേ ഉള്ളൂ, ശ്രീകൃഷ്ണ ഭഗവാൻ. അത്രയ്ക്കും ശ്രീകൃഷ്ണ ഭഗവാന് സദൃശനായിരിക്കും ഈ കുഞ്ഞ് ഭാവിയിൽ എന്നാണ് പറയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന് തുല്യമായിരിക്കും സർവ സൽഗുണങ്ങളിലും. ഭഗവാനെ പോലെ എല്ലാ സൽഗുണങ്ങളും തികഞ്ഞവനായിരിക്കും. അതല്ലാതെ യയാദി രാജാവ് മറ്റു ചില ദുർഗുണങ്ങളുണ്ടെങ്കിലും ധർമ്മം തെറ്റാതെ നടക്കുന്നതിൽ അത്യുത്തമനാണ്. അപ്രകാരമുള്ള യയാദിയുടെ പോലെ ധാർമ്മികനുമായിരിക്കും, ധർമ്മം തെറ്റാതെ നടക്കുന്നവനും ആയിരിക്കും ഈ ബാലൻ ഭാവിയിൽ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ബ്രാഹ്മണന്മാർ ധർമ്മപുത്രർക്ക് എല്ലാ ഗുണങ്ങളും തികഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ തന്നെ മതി. എങ്കിലും കഴിഞ്ഞ ഓരോരുത്തരുടെയും ഉദാഹരണം എടുത്തു പറഞ്ഞ് നമുക്ക് ആ മഹാത്മാക്കളെ പരിചയപ്പെടുത്തുകയും ആ മഹാത്മാക്കളിലൂടെ അത്രയ്ക്കും മഹാനായിരിക്കും ഈ കുഞ്ഞ് എന്ന് പറഞ്ഞു തരികയും ചെയ്യുകയാണ് ബ്രാഹ്മണന്മാർ. ശ്രീകൃഷ്ണ ഭഗവാനെ പോലെയും മഹാത്മ്യ സർവ്വഗുണങ്ങളും തികഞ്ഞവനും രന്തിദേവനെ പോലെ ഉദാരമതിയും യയാദിയെപ്പോലെ ധാർമ്മികനുമായിരിക്കും എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. കഴിഞ്ഞ കുറേ ശ്ലോകങ്ങളിലായിട്ടും അടുത്ത കുറച്ച് ശ്ലോകങ്ങളിലായിട്ടും ഈ കുഞ്ഞിനെ വർണ്ണിക്കുകയാണ്, കുഞ്ഞിൻ്റെ മാഹാത്മ്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്.
ഒരിക്കൽ കൂടി ശ്ലോകം. സർവസദ്ഗുണമാഹാത്മ്യ യേശ കൃഷ്ണമനുവ്രത ഗന്ധിദേവ ഇവോധാരോ യയാധീരിവ ധാർമ്മിക. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ തൃക്കാൽക്കൽ ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം തത്സത്.